ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ട ഈ ദോശ കൊണ്ട് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? അതിനാണ് ഞാൻ ഇത്ര നേരം ദോശ ചുട്ട് വെച്ചത്. ദോശേൻ്റെ മേലെ എണ്ണയൊന്നും ആക്കണ്ട. നമ്മൾ ഉപ്പുമാവാക്കുമ്പോൾ കടുക് വറുത്തിടാൻ വേണ്ടി എടുക്കുമ്പോൾ അതിൽ എണ്ണയെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ദോശേൻ്റെ മേലെ ഞാൻ എണ്ണയൊന്നും ആക്കിയിട്ടില്ല. രാവിലെ ദോശ ചുട്ടിട്ട് മാവ് കുറച്ച് ബാക്കി ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം നമുക്ക് അതിനെക്കൊണ്ട് ദോശ ആക്കാം, ഉപ്പുമാവാക്കാം. അതാകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ ആക്കിയാൽ തക്കാളി, അതിനുള്ളി, പച്ചമുളക്, ഒരു ലേശം മഞ്ഞൾപ്പൊടി, കുറച്ചൊരു അര സ്പൂൺ മുളക് പൊടി, കടുക്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാലും നല്ല ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഉള്ളിലും കണ്ട ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് അതിൽ 2-3 മുട്ടയും ഉടച്ചൊഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് കുരുമുളക് ഇട്ട് എന്നിട്ട് ആ ദോശ മുറിച്ച് വെച്ചത് അതിലേക്കിട്ട് ആ തക്കാളിയിൽ നല്ലോണം വേവണം കേട്ടോ. വെന്ത് നല്ല വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഈ ദോശ മുറിച്ചിട്ടത് ഇട്ടിട്ട് നല്ല പെരക്കി എടുത്തു കഴിഞ്ഞാൽ തിന്നാൻ നല്ല ടേസ്റ്റായിരിക്കും. 2 മുട്ടയും ഉടച്ച് വെച്ചാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കെല്ലാം തിന്നാൻ വൈകുന്നേരം. എൻ്റെ അടുത്ത് അധികം ദോശ രാവിലെ ആക്കി വെച്ചാൽ പിള്ളേർ തിന്നൂല. അപ്പോൾ അത് ദോശ ബാക്കി ഉണ്ടായാൽ വൈകുന്നേരം ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കും ചായക്ക്. അപ്പം പിള്ളേർ തിന്നോളും. എനിക്കും ഇങ്ങനെ ഇഷ്ടമാണ്. കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പെല്ലാം ഇടണം, എന്നാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യുന്നുണ്ടാവും, ചില ആൾക്കെല്ലാം അറിയാമായിരിക്കും ഇത്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെ നമുക്ക് ഇഡ്ഡലിയെല്ലാം ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ മുറിച്ചിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ആക്കാം. മുളക് പൊടി ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. കുട്ടികൾക്ക്, ചെറിയ കുട്ടികളെല്ലാം ആണെങ്കിൽ എരിയുന്നതുകൊണ്ട് വേണമെന്നില്ല. 2 പച്ചമുളക് മാത്രം ഇട്ടാൽ മതി. ഇതിൽ 2 മുട്ടയും ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ആക്കി നോക്കണേ വീട്ടിൽ. ഓക്കെ, താങ്ക് യു.